സർ നമസ്കാരം. നമസ്കാരം. സർ, 12 ദിവസത്തെ യുദ്ധമാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ഉണ്ടായത്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു വെടിനിർത്തൽ കരാർ വന്ന് അതിൻ്റെ ഒരു സമാധാനത്തിലേക്കൊക്കെ വരുമ്പോൾ, ലോകം അതിൻ്റെ ഒരു സമാധാനത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെതിരെ ഇറാനിയൻ മതമൗലികവാദ ഭരണ നേതൃത്വം ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നു, വധിക്കാനായിട്ട് ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. എന്താണ് സർ ഇത്? അടുത്തൊരു വെല്ലുവിളിയാകുമോ? അത് ലോക സമാധാനത്തിന് വെല്ലുവിളിയാകുമോ? എങ്ങനെയായി തീരും ഈ ഒരു കാര്യം? നമസ്തേ. ആ ചോദ്യത്തിൽ തന്നെ അത് ഉയർത്തുന്ന അപകടങ്ങളുടെ ഇൻഡിക്കേഷൻസും ഉണ്ട്, സൂചനകളുണ്ട്. കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധം ഉയർത്തിയ ഭീഷണിയേക്കാൾ വലിയ ഒരു ഭീഷണിയാണ് ഈ ഫത്വ മൂലം സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിലെ ഏറ്റവും പഴയ ആധുനിക ജനാധിപത്യ രാഷ്ട്രമാണ് അമേരിക്ക. നമ്മളെ ഭാരതം ഏറ്റവും ജനസംഖ്യ കൂടിയ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഈ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ നിന്ന് മാറി വരുന്ന ലോക സാഹചര്യങ്ങളെ നോക്കിക്കാണുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ ഫത്വ, അത് ലോക സമാധാനത്തിനും മാനവരാശിക്കും ഏറ്റവും വലിയ അപകടകരമായ ഒരു നീക്കമാണെന്ന് പറയാതിരിക്കാൻ തരമില്ല. കാരണം ഈ 12 ദിവസവും സംഭവിച്ചത് സൈനികവും രാഷ്ട്രീയവുമായ ഇടപെടലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ യുദ്ധമായിരുന്നുവെങ്കിൽ, ഈ പ്രഖ്യാപനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് മതപരമായ വിശ്വാസപരമായ കാര്യങ്ങളുടെ പേരില് മതമൗലികവാദം ഉയർത്തുന്ന യുദ്ധഭീഷണിയാണ്. ആ യുദ്ധഭീഷണി എന്ന് പറയുന്നത് കേവലം അമേരിക്ക, ഇസ്രായേൽ, ഭാരതം, ഈ 3 രാജ്യങ്ങളെയാണ് ഈ മതമൗലികവാദം കൃത്യമായും ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫത്വ ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാം ഒഴികെയുള്ള മനുഷ്യ സമൂഹത്തിലെ ബാക്കി എല്ലാ വിശ്വാസികളെയും, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ജൂതനെയും എല്ലാം ബാധിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. ഇത് പല തലങ്ങളിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഗ്രാൻഡ് അയത്തുള്ള നാസർ മക്കേറം ഷിറാസിയാണ്. അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് അയത്തുള്ള ഖൊമേനി അല്ല. അയത്തുള്ള അലി ഖൊമേനി എന്ന് പറയുന്ന ഇറാന്റെ സുപ്രീം ലീഡർ അല്ല ഇത് ഈ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അവിടെ തന്നെ പല സന്ദേഹങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനടുത്തുള്ളയാണ് ഇദ്ദേഹവും പ്രധാനപ്പെട്ട, ഒരു പക്ഷേ അയത്തുള്ള അലി ഖൊമേനിക്ക് ശേഷം അനന്തരാവകാശികളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന 3 ആ മതനേതാക്കന്മാരിൽ ഒരാളായിരിക്കാം ഇദ്ദേഹം. പക്ഷെ അവിടെ വരുന്ന ആദ്യ ചോദ്യം, ആ സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖൊമേനി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഫത്വ പുറപ്പെടുവിക്കാൻ വേണ്ടി അടുത്തയാളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. എങ്കിലും നൽകുന്ന സൂചന എന്ന് പറയുന്നത് ഇറാനില് വെടിനിർത്തലിന് ശേഷവും അവർ പരസ്യമായി സമ്മതിക്കുന്നതിനപ്പുറമുള്ള പ്രശ്നങ്ങളുണ്ടെന്നും വെല്ലുവിളികളെ നേരിടുന്നെന്നും ഇറാൻ സ്വയം അംഗീകരിക്കാത്തതും ലോകം കണക്കാക്കുന്നതിനും അപ്പുറത്തുള്ള നാശനഷ്ടങ്ങളും അപകടങ്ങളും സംഭവിച്ചിരിക്കുന്നുവെന്നും അതുപോലെ തന്നെ ഒരു ഭരണമാറ്റം, അത് അമേരിക്ക ഇടപെട്ടായാലും ഇസ്രായേൽ ഇടപെട്ടായാലും, അതല്ല ഇനിയും സ്വാഭാവികമായി ഇറാനിലെ ജനങ്ങളുടെ മുന്നേറ്റത്തു കൂടിയാണെങ്കിലും ഒരു മാറ്റം അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഫത്വ. അത് കൂടാതെ തലേദിവസം കണ്ടില്ലേ, 60 ശവപ്പെട്ടികളുമായിട്ട്
ഒരു പൊതു വികാരം ഉണർത്തുന്ന പരിപാടി. ആർക്കും അറിയില്ല ആ പെട്ടികൾക്കകത്ത് എന്താ ഉണ്ടായിരുന്നതെന്ന്. ആ നാശനഷ്ടങ്ങളുടെ ഇടയില് അതിൽ ആരുടെയെങ്കിലും ഭൗതികാവശിഷ്ടങ്ങൾ എന്തെങ്കിലും ബാക്കി കിട്ടിയിട്ടുണ്ടോ എന്നുപോലും അറിയില്ല. പക്ഷെ ഇറാനിലെ ജനങ്ങളെ വൈകാരികമായി ഇളക്കാൻ വേണ്ടി അവിടെ 10-60 ശവപ്പെട്ടികളുമായിട്ടുള്ള വലിയൊരു സംരംഭം കഴിഞ്ഞ ദിവസം നടത്തിയുണ്ടായി. അതെന്നൊക്കെ പറയുന്നത് ഭരണമാറ്റം അനിവാര്യമാകുമെന്ന് കാണുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ വൈകാരികമായി കൂടെ നിർത്തുന്നതിനുള്ള ഒരു പരിശ്രമമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനിടയിൽ തന്നെ വേറെ ചിലത് സംഭവിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അവിടെ സ്ത്രീകള്, അമ്മമാര്, 1000-ഓളം അമ്മമാര് അവരുടെ കുഞ്ഞുങ്ങളെ ആ പഴയ ഹസ്രത്ത് അലിയുടെ ആ പാരമ്പര്യം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അവർ ചെയ്തത് 1-1.5 വയസ്സിടയിൽ പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ രക്തസാക്ഷികളുടെ വേഷം ധരിപ്പിച്ച് തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ഇതാ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ജിഹാദിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന സങ്കല്പം പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. മനസ്സിലാക്കണം, ആ കുഞ്ഞുങ്ങള് അങ്ങനെ സ്വന്തം കുഞ്ഞുങ്ങളെ പരിശുദ്ധ യുദ്ധത്തിന് വേണ്ടി, ഹോളി വാറിന് വേണ്ടി ബലി കൊടുക്കുവാൻ, സമർപ്പിക്കുവാനുള്ള തലത്തിലേക്ക് അമ്മമാര് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ കുഞ്ഞുങ്ങൾ വന്നാലോ 1-1.5 വയസ്സുള്ള കുട്ടികളൊന്നും ഉടനെയൊന്നും ഒരു ആക്ഷനിലേക്ക് പോകാൻ പോകുന്നില്ല. എങ്ങനെയായാലും 10-15-ഉം 20 വയസ്സും ഒക്കെ ആയ ശേഷമാണ് അവര് ഈ നടപടിയിലേക്ക്, ജിഹാദിലേക്ക് പങ്കെടുക്കുവാൻ സാധ്യതയുള്ളത്. എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വരാൻ പോകുന്ന 15 വർഷത്തിന് ശേഷമുള്ള പോരാളികളെ ഇപ്പോഴേ സജ്ജരാക്കുകയാണ്. നമ്മൾ ഓർക്കണം, 1940 കൂടിയാണ് ഇസ്രായേലിനെ തീർത്തും, ജൂത സമൂഹത്തെ തീർത്തും ഇല്ലാതാക്കുമെന്ന് അയോത്തുള്ള അലി കൊമേനി അദ്ദേഹം വീരവാദം മുഴക്കിയതും പ്രഖ്യാപിച്ചതും. ഒപ്പം തന്നെ ഭാരതത്തിൽ 1947 2047 ആകുമ്പോൾ ഭാരതത്തിൽ ഇസ്ലാമിക രാഷ്ട്രമാക്കും എന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന ആളുകളുടെ ഉണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പം അടുത്ത 25 വർഷത്തേക്കുള്ള, 20 വർഷത്തേക്കെങ്കിലുമുള്ള പോരാട്ടത്തിന്റെ പദ്ധതി അവർ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കേണ്ടി വരും. എത്ര ക്രൂരമാണെന്ന് ആലോചിക്കുക. പിഞ്ചു കുഞ്ഞുങ്ങളെ, ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ ജനിച്ച ഉടൻ തന്നെ 1-1.5 വയസ്സിനുള്ളിൽ തന്നെ ബലിദാനിയാകാൻ വേണ്ടി തയ്യാറാക്കുക. അവരുടെ വീണ്ടുമുള്ള വിദ്യാഭ്യാസവും അവരെ വളർത്തുന്നതുമെല്ലാം ആ തരത്തിലേക്ക് പോകാനായിരിക്കുമെന്ന് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഇത് ലോകത്തിന്റെ ഭീഷണിയാണ്. ഈ ലോകത്തിന്റെ ഭീഷണി എന്ന് പറയുമ്പം നമ്മള് ഇത് എങ്ങനെ ഭാരതത്തെ നേരിട്ട് ബാധിക്കുന്നു എന്നുള്ള ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, പാകിസ്ഥാനിൽ ഒരനക്കമുണ്ടായാൽ, കാശ്മീരിൽ ആർട്ടിക്കിൾ 370 വിഷയങ്ങൾ ഉണ്ടായാൽ ഉടൻ തന്നെ പാകിസ്ഥാനെ സഹായിക്കുന്ന ആ മതമൗലികവാദത്തിന്റെ ശക്തികൾ ഇറാനിലും ഉണ്ടെന്നും ഇറാനിലെ ഭരണകൂടവും മിക്കവാറും എല്ലായ്പ്പോഴും അവരോടൊപ്പമാണെന്നുള്ളതും കണക്കാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ്, ഇന്നലെ തന്നെയാണെന്ന് തോന്നുന്നു, നമ്മുടെ പാകിസ്ഥാനിലെ ഫീൽഡ് മാർഷൽ, സൈനിക മേധാവി അസീം മുനീർ, അയാൾ ഫീൽഡ് മാർഷലല്ല, ഫീൽഡ് മാർഷലാണ്, ഇന്നലെ വീണ്ടും വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. അതായത് ഈ ഭീകരവാദികളെ ഉപയോഗിച്ചുള്ള പോരാട്ടം എന്ന് പറയുന്നത് ന്യായയുക്തമാണെന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. ഭാരതത്തിന് ഇത് തിരിച്ചടിക്കുമെന്ന് വീണ്ടും പറഞ്ഞിരിക്കുക. അതിന് വേറൊരു പശ്ചാത്തലമുണ്ട്. അടുത്ത ദിവസം $3-4 ബില്യൺ ചൈന സഹായധനം ചെയ്യുന്നു. ഒരു വഴിക്ക് ചൈനയോട് കാശ് വാങ്ങിക്കുന്നു, വേറൊരു വഴിക്ക് അമേരിക്കയോട് കാശ് വാങ്ങിക്കുന്നു.
കിട്ടുന്നിടത്തെല്ലാം പണം സ്വരൂപിക്കുമ്പം അവരോടൊക്കെ പറയാൻ വേണ്ടിയിട്ട് ന്യായത്തിന് അപ്പുറമായിട്ട് അതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും ആഗോളതലത്തിൽ ഒരു മതമൗലികവാദത്തിന്റെ ആക്രമാത്മകമായ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുമ്പം അതിന്റെ പ്രാധാന്യത്തെ, അതിന്റെ ഗൗരവത്തെ ഭാരതത്തിനും ചെറുതാക്കി കാണാൻ കഴിയുകയില്ല. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. അത് ഈ അടുത്ത സമയത്ത്, അതും 1-2 ദിവസത്തിനുള്ളിലാണ്, ലക്നൌവിലുണ്ടായ സംഭവം. ലക്നൌവിലെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ നോക്കിക്കൊണ്ടുണ്ട്. ഹക്കീം ഷാ സലാഹുദ്ദീന്റെ വീട്ടിൽ നിന്ന് 3000 തോക്കുകളും 50,000 വെടിയുണ്ടകളും പിടിച്ചെടുത്തിരിക്കുന്നു. അത് ഉത്തർപ്രദേശിലും ആ ഭാഗത്തും പ്രധാനപ്പെട്ട കാവടി യാത്രയുടെ ആ പരിപാടി നടക്കുന്നതിന് മുമ്പാണ്. തീർത്ഥാടനത്തിന് പോകുന്ന ബഹുജനങ്ങൾ, ഹൈന്ദവ ജനത ഇഷ്ടംപോലെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിക്കിടയിലാണ്, അതിന് മുന്നൊരുക്കമായിട്ടാണ് എന്ന് പറഞ്ഞാൽ ആ പരിപാടിക്ക് വരുന്ന തീർത്ഥാടകരെ ഒരുപക്ഷെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും അവിടെ ഈ പറഞ്ഞ ഹക്കീമിന്റെ വീട്ടില് 3000 തോക്കുകളും 50,000 വെടിയുണ്ടകളും കരുതി വെച്ചത്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നവർക്ക് തെറ്റിപ്പോയി. ഈ സാധ്യതകളൊക്കെ മുൻകൂട്ടി കണ്ട് പ്രിവെന്റീവ് ഓപ്പറേഷൻ നടത്താൻ കെൽപ്പുള്ള ഒരു ഭരണാധികാരിയാണ് യോഗി ആദിത്യനാഥാണ് ഉത്തർപ്രദേശ് ഭരിക്കുന്നത്. അവിടെ ആക്ഷൻ ഉണ്ടായി, സംഗതി പിടിച്ചെടുത്തു. അപ്പം അവസാനിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ഭാരതം ഈ സൂചനകളെ തിരിച്ചറിയണം. ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനത്തിനെതിരെയായിരുന്നെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന് സമാനമായ ഒരു കൃത്യമായ നീക്കം, ശക്തമായ നടപടി ഭാരതത്തിന്റെ പ്രതിരോധത്തിന് വേണ്ടി ഇവിടെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വൈദേശിക ശക്തികളിൽ നിന്നുള്ള പ്രതിരോധത്തിന് വേണ്ടി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് സമാനമായി ഭാരതത്തിനുള്ളിലുള്ള ഭിന്നിപ്പിക്കൽ ശക്തികൾക്കെതിരെയുള്ള ഒരു ഓപ്പറേഷൻ സിന്ദൂർ രൂപവും തുടങ്ങി വെക്കണമെന്നാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലും ഇല്ലാതാക്കുന്നതിനുള്ള ഫത്വ പുറപ്പെടുവിച്ച ആഗോള മതഭീകരവാദ നേതൃത്വത്തിന്റെ ആ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം.